സുഖം കിട്ടില്ല. അപ്പോൾ ഈ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അമിതമായി ഭൗതിക ജീവിതത്തിലുള്ള ആസക്തിയാണ് ചുരുക്കത്തിൽ എന്ത് പറയാം, കലിയുടെ ലക്ഷണമൊക്കെ ആയിട്ട് പറയാം. ഇന്ദ്രിയങ്ങളെല്ലാം വൃത്തം ആഹരിക്കുന്നു. അങ്ങനെയെങ്കിൽ സ്ത്രീയ ഏകപത്നി വ്രതം എന്നുള്ളതാണ് പുരുഷൻ സ്ത്രീജനങ്ങൾക്ക് ഉള്ളത്. പുരുഷന്മാർക്കും പരസ്പരം പാതിവർത്തി ഈ രണ്ട് വ്രതങ്ങളെ പരസ്പരം സഹധർമ്മം എന്ന മാത്രയിൽ അവർ പാലിക്കണം. ധർമ്മത്തിൻ്റെത് പറഞ്ഞു, സഹധർമ്മം രണ്ടുപേര് കൂടിയിട്ട് ഒരു ധർമ്മം ചെയ്യാം, അത് ദാമ്പത്യ ധർമ്മമാണ്. അത് പാലിക്കാൻ സാധിക്കണം, അതുപോലെ പാലിച്ചു പോകാൻ സാധിക്കും. ആ ധർമ്മത്തിൽ ഈശ്വരനെ ആരാധിക്കാം. അത് തന്നെയാണ് ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നാലും അവിടെയും പറയുന്നത് പ്രത്യേകിച്ച് ഈശ്വരാരാധനയാണ്. ദാമ്പത്യ ജീവിതത്തിൽ സന്താനങ്ങളുണ്ടാവും, കുടുംബം ഉണ്ടാവും, അതൊക്കെ അതിൻ്റെ ഭാഗം. പക്ഷെ കുറച്ചുകൂടി ഗൗരവമായിട്ട് രണ്ടുപേരും കൂടി യജിക്കുക, അത് തന്നെയാണ് ഇവിടെ പറയാം. അങ്ങനെ സ്ത്രീയാഹ സൂനാഹ, സൂന എന്ന് വെച്ചാൽ അറവുശാലകൾ അല്ലെങ്കിൽ ഹിംസ നടക്കുന്നത് ചിന്തിക്കുന്ന സ്ഥലങ്ങൾ, ഇത്തരത്തിലുള്ള വികാരങ്ങളിലൊക്കെ ഈ കലി ബാധിക്കാതെ ഉണ്ടാവില്ല. പിന്നീട് വീണ്ടും പുനശ്ചയാജമാനായ ജാതരൂപമതാൽ പ്രഭു വീണ്ടും യാചിച്ച സമയത്ത് ആ കലിക്കായിക്കൊണ്ട് രജോ വൈരം ജപഞ്ചമെന്ന അഞ്ചാമതായിട്ട് സ്വർണം കൊടുത്തു എന്നൊക്കെ പറയാം. സ്വർണത്തിൽ ഇപ്പോൾ കലിയില്ലേ എന്ന് ചോദിച്ചാൽ സ്വർണം നിങ്ങൾ വിട്ടിട്ടില്ലേ എന്ന് ചോദിച്ചു. ഇന്നാൾ കുടുങ്ങിയില്ലേ? അപ്പൊ എന്ത് മനസ്സിലാക്കുക, ഭൗതികതയിൽ അമിതമായ മാസമാണ്. സ്വർണം നമുക്ക് വളരെ അടിസ്ഥാനമാണ്. മലയാക്കാൻ മാത്രമല്ല, വളരെയധികം പവിത്രതയും സ്ഫുടം ചെയ്ത ഒരേ ഒന്ന് നെയ്യും അതോടൊപ്പം തന്നെ ഈ സ്വർണ്ണമാണ് നമുക്ക് ലഭിക്കുന്നത്. തങ്കം എന്നൊക്കെ അതിന് പേര്. അത് അമിതമായിട്ട് ഇങ്ങനെ ആകുമ്പോൾ ഭൗതികതയിലെ അമിതമായ ഒരു ആഗ്രഹം തോന്നുക. മനുഷ്യ ശരീരം വെച്ച് അണയെ പോലെ ആഗ്രഹം എന്ന് പറഞ്ഞ കൂട്ടാണ്. നമ്മളിപ്പോൾ ഈ ചിന്തിക്കുന്നതൊക്കെ ഒരുപാട് അധികമാണ്, ഹ്യൂജ് എമൗണ്ടാണ്. അത്രയൊന്നും നമുക്കത് സ്വീകരിക്കാനൊന്നും പറ്റില്ല. നമ്മൾ പണ്ടാരാണ്ടോ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഈ കുന്നോളം മോഹിക്കാനും പറഞ്ഞിട്ടുള്ളതൊക്കെ അങ്ങനെയും മോഹിക്കുള്ളൂ. നമ്മൾ വളരെ ലിമിറ്റഡ് ആണെന്ന് മനസ്സിലാക്കണം. അതാണ് ഭാഗവതം കേൾക്കുമ്പോൾ പിന്നെയും മനസ്സിലാവും. അപ്പോൾ നമ്മൾക്ക് കിട്ടുന്നതാണ് തൃപ്തി. മറ്റ് ഭൗതികതയിലേക്ക് പറക്കാൻ തുടങ്ങിയാൽ, ഇപ്പോഴല്ലേ ഇന്നലെ ആരോ പറഞ്ഞു ഗാലക്സിയിലേക്ക് പോകേണ്ട പരിപാടി ഉണ്ട്, കുറച്ചാളെ കേരളത്തിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ വിമാനത്തിൽ വേറെ ലോകത്തിൽ, ഭൂമിയെ പോലെ വേറൊരു ലോകം. എവിടെയും പോകാൻ നമുക്ക് നാരായണയൊക്കെ വായിക്കാം, ശബ്ദമൊക്കെ കൂടാം, മനസ്സിലായി. ഇതൊക്കെ ശ്രമം കൊണ്ട് നടക്കും. പക്ഷെ ഇതൊക്കെ ഏതോ കാലത്ത് നടക്കുന്നേ ഉള്ളൂ. ഭാഗവതം പറയുന്നത് ഇതൊന്നും നമ്മൾ അനുമാനിക്കാൻ പുറപ്പെടണ്ട. നമുക്ക് വേണ്ടുന്ന ഒരു തൃപ്തി ഇവിടെയുണ്ട്. അത് കുന്നോളം കിട്ടിയിട്ടും കിട്ടാത്തവർ നമ്മുടെ ഇടയിൽ കൂടുമ്പം ഭാഗവതം പറഞ്ഞതിൽ ഒന്ന് ശ്രദ്ധിക്കാൻ നമുക്ക് സാധിക്കണം. ഇന്നും നമുക്ക് ഇല്ലാത്തത് കൊണ്ടല്ല, ഉള്ളതിലുള്ള തൃപ്തിയില്ലായ്മയാണ് ഇത്രേ എന്ന് ഭാഗവതം ഓർപ്പിക്കാൻ. അങ്ങനെ ഈ പരീക്ഷിത്ത് കലി സംവാദത്തിൽ അങ്ങനെ കലിയുടെ അംശങ്ങളായിട്ട് പിന്നെ വർത്തിച്ചു എന്ന് വിചാരിക്കാം. നമ്മൾ ഭാഗവതം മാഹാത്മ്യത്തിലേ പറഞ്ഞു, സത്യം നാസ്തി തപശൗചം, പിന്നീടും പറഞ്ഞു കാലവ്യാള മുഖഗ്രാസം. അങ്ങനെ അനവധി കാര്യങ്ങൾ മാഹാത്മ്യത്തിൽ സൂചിപ്പിച്ചു ഒന്നാമത്തെ ശ്ലോകത്തിൽ. അപ്പോൾ കലിയുടെ വിഷയം കൂടി കൊണ്ട് മനസ്സിലാക്കി അത് കലിയെ ഒന്ന് കൃത്യമായി നമ്മൾക്ക് പഠിപ്പിച്ചു തന്നു എന്ന് മനസ്സിലാക്കാം. ഇതിനു വേണ്ടിയിട്ടാണ് ഈ നിരന്തരം തിക്കും തിരക്കും പെട്ട ഈ ജീവിതത്തിൽ എവിടുന്നാ തുടങ്ങിയത്? ആ കുരുക്ഷേത്ര യുദ്ധത്തിലാണ് ഈ ഭാഗവത ആരംഭിച്ച് എഴുതിയിട്ടുള്ളത്. ഭട്ടതിരിപ്പാടിന് എന്തോ ഒരു സുഖാവാത്തതുകൊണ്ട് ആ കേശാദിഭാഗം വർണ്ണിച്ചിട്ടായിരുന്നുള്ളൂ. വേദവ്യാസർ അതൊന്നും ആലോചിച്ചില്ല, നേരെ ഇതെന്നെ കേൾക്കണം. ഇങ്ങനെ ഈ ദുരിതത്തിലാണ് എന്നുള്ളത് മനസ്സിലാക്കുവാൻ ഇപ്പോഴും നമ്മൾ ഒരു കാറ്റ് കണ്ട് അവിടെ ഇങ്ങനെ സ്വസ്ഥമായിട്ട് ഇരുന്ന അന്ന സമാധാനമുണ്ട്. ഈ സമാധാനം ഉണ്ട് എന്ന് തോന്നുന്നതാണ് അബദ്ധം എന്ന് ഭാഗവതം പറയും. ഇതൊന്നല്ല സമാധാനം. ഇതൊക്കെ എന്തൊക്കെയോ ഇൻസ്റ്റന്റ് ആക്കിയിട്ട് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. ഒരു മിസ് കോള് വന്നാൽ വീഴാനുള്ള ഒരു സമാധാനം, ഇത്രയും വേറെ ഒന്നും അതിനപ്പുറം. അതുപോലെ എന്ത് സംഭവിച്ചാലും ഇവിടെ ഒന്നും ബാധിക്കാൻ പാടില്ല. അത് ഗം വായും അഗ്നിയും സലീലം മഹീം ജ്യോതിഷി സത്വാനി ഹരേ ശരീരം. എല്ലാം ഈശ്വരനാണ് എന്ന് അറിയുന്ന കുട്ടർക്ക് മാത്രമേ അത് സാധിക്കുള്ളൂ. അതാണ് ആദ്യം ഭാഗവതം പറഞ്ഞ അഭിജ്ഞ സ്വരമാണ്. അറിവുള്ളവരതിനെ അനുമാനിച്ചു
വെച്ചു. പിന്നെ അവർ ടെൻഷൻഡല്ല. മനസ്സിലായില്ലേ? ഇനി എന്ത് സംഭവിച്ചാലോ ഈ ലോകത്തിൽ എന്ത് അറിഞ്ഞുകൊണ്ട് എന്ത് കേട്ടുകൊണ്ട് ഒന്നും അവരെ ബാധിക്കില്ല. അതൊക്കെ അനുഭവിക്കുക. അത്രയും ഇതൊക്കെ വ്യവഹാര ധർമ്മത്തിലേക്ക് പെടുത്താൻ സാധിക്കുക. അവനവൻ്റെ ധർമ്മമല്ല ഇത്. അതാവുമ്പോഴാണ് നമ്മളൊക്കെ ഈ ജോലികളും ഈ പദവികളും ഈ അഭിമാനത്തിൽ മാത്രം ഇന്ദ്രിയങ്ങളും നമ്മളും തമ്മിലുള്ളൊരു ചുറ്റിക്കളി എവിടെ നടക്കുകയാണ്. ഭാഗവതം വീണ്ടും തുറന്നു കാട്ടുകയാണ്. അങ്ങനെ ഈ കലി പരീക്ഷത്ത് തന്നെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ എന്തായി? പരീക്ഷത്തിന് തന്നെ ഈ കലി ബാധിച്ചു എന്നുള്ളതാണ് കഥ. അതൊക്കെ നിങ്ങൾക്ക് അറിയണ്ടാവണം. പരീക്ഷത്ത് രാജാവ് നായാട്ടിന് പോകുന്ന ശീലമൊക്കെ ഉണ്ട്. ധന്യനാമഗ്രണീരേഷ, അത് ഇടയ്ക്കിടയ്ക്ക് പ്രാക്ടീസ് ചെയ്യാൻ പോകണം. ഇത് പഠിച്ചതൊക്കെ അങ്ങനെ നായാട്ടിന് പോയ കൂട്ടത്തിൽ കുറേ കൂടി എത്തുമ്പോഴാണ് ശമീക മഹർഷിയുടെ ആശ്രമത്തിലെത്തിയത്. വിശപ്പും ദാഹവും അലട്ടിയ രാജാവ് ആ ഒരു സ്വാതന്ത്ര്യമാണ്, അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യം കൊണ്ടാണ്. അല്ലാതെ അതൊക്കെ ഈ പലയിടത്തും അങ്ങനെ പലതും തോന്നിയ പോലെയൊക്കെ പറയുന്നു. ഇവർക്ക് ഒരു ഇഷ്ടമില്ലാണ്ടായിരുന്നു ഇയാളെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞത്. പരീക്ഷത്തെ ആളും മിടുക്കനാണ്. മിടുക്കൻ എന്നൊക്കെ പറയാൻ പറ്റുന്നത് അങ്ങനെയാണ്. അത്ര ധർമ്മിഷ്ഠനാണ്. ആ ഒരു സാഹചര്യം അദ്ദേഹത്തിന് എങ്ങനെയായിരുന്നു? അന്യഥാ ചിന്തിതം കാര്യം ദൈവം അന്യത്ര ചിന്തയത്. അത് എവിടത്തേക്കുള്ളൊരു നിയോഗമായിട്ട് അദ്ദേഹത്തെ ഭഗവാൻ മാറ്റിയെന്ന് വിചാരിച്ചാൽ മതി. അത് പരീക്ഷത്തിന് പെട്ടെന്ന് സാധിച്ചിട്ടുണ്ട് മാറ്റാൻ. നമ്മൾ ഇന്നും ഒരു ദുഃഖവും ഒരു സന്തോഷവും വരുമ്പോൾ ഒക്കെ നമ്മുടെ ക്രെഡിറ്റാക്കി എടുത്തുകൊണ്ടായി കുഴപ്പം. ഭാഗവതീത പരീക്ഷത്തിൻ്റെ ഈ ശാപമൊക്കെ കാട്ടിത്തരുന്നത് ഇത്തരത്തിലുള്ള ഇൻസിഡൻസ് ഒക്കെ നമ്മുടെ ജീവിതത്തിലും ഉണ്ടെന്നാണ്. പല ആൾക്കാരും മരണപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ലേ പോലെ. ഇനിയിപ്പോൾ അല്ലാതെ തക്ഷകൻ 7-ാം ദിവസം വരുന്നുണ്ടോ? ഇനിയിപ്പോൾ തക്ഷകൻ തന്നെ വരണമെന്നുണ്ടോ? ഒന്നും വരണമെന്നൊന്നുമില്ല. ഇത്രയും അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്ന് പരീക്ഷത്തിനെ പോലെ തിരിച്ചറിവ് വന്ന് ഭയമില്ലാതെ ഇരിക്കാൻ സാധിക്കുന്നില്ല. 2 മാർക്ക് കുറയുമ്പോഴേക്കും തക്ഷകൻ കടിച്ചതിനേക്കാളും വേഗത്തിൽ അങ്ങ് ടെറസെന്ന് വീഴുന്നു. ചാവാനൊരു മടിയില്ല കുട്ടികൾക്ക്. 18-20. നാളത്തെ ഈ ഭാഗവതം ഇത്രയും വർഷം പറഞ്ഞതിൻ്റെ ഫലമാണ് ഈ കാണുന്നതൊക്കെ ആണോ? അങ്ങനെയല്ലേ? ഇപ്പം ഇനി ആരാ പറയുന്നത് ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ ഇപ്പോൾ നമ്മുടെ കേട്ടിട്ടുള്ള അമ്മമാർക്കൊക്കെ പല വിഷമങ്ങളും വരുന്നുണ്ട്. പുതിയ ആൾക്കാർക്ക് ഇത് കേൾക്കാൻ പറ്റുന്നില്ല. കുട്ടികൾക്ക് ഇത് വേണം തോന്നുന്നില്ല. അത് നമ്മൾക്ക് ഇനിയും ചർച്ച ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോഴും നമ്മളുള്ള ആൾക്കാരെ വെച്ച് എന്നാലും സ്വയംവരത്തിനൊരു പിടുത്തം പിടിക്കാമല്ലോ എന്നല്ലേ എല്ലാവരും വരുമല്ലോ. അല്ലാതെ ഇപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുകൂടി ഉഷാറായിട്ടുണ്ടെങ്കിലേ പറ്റുള്ളൂ. കാരണം എന്താ? ഭാഗവതം ഒരു സംസ്കാരമാണ്. മറ്റിപ്പോൾ കുറേ കഥ പറഞ്ഞു, കുറേ അറിവ് പറഞ്ഞല്ലോ. വാസുദേവ പരം ജ്ഞാനം. ഗുരുവായൂരപ്പനാണെന്ന് അറിഞ്ഞാൽ പിന്നെ ഒന്നും അറിയാനൊന്നുമില്ല. ഇനി അത് തിരിച്ചറിയാനും അനവധിയുണ്ട്. കാരണം അറിയാതെ കണ്ണ് ഇങ്ങോട്ട് അനങ്ങുന്നുണ്ടെങ്കിൽ ഇനിയും അറിയാനുണ്ട്. അത്ര അറിയാതെ കൈയൊന്ന് അനങ്ങി പോകുന്നുണ്ടെങ്കിൽ, കാലൊന്ന് അനങ്ങി പോകുന്നുണ്ടെങ്കിൽ, തിരുമേനി കത്തി കയറുകയാണ്, ചായ 4 മണിയാണ് അല്ലേ, ചിലപ്പോൾ തോന്നിപ്പോയില്ലേ? ഇതൊക്കെ ഓർമ്മ വരാൻ തോന്നുന്നുണ്ടെങ്കിൽ എന്തായി? ഇനിയും നമുക്ക് തിരിച്ചറിവ് കുറേ വരാനുണ്ട്. അറിയാത്ത കുഴപ്പമൊന്നുമല്ല. നമുക്ക് ഭാഗവതം അറിയാം, ഗുരുവായൂരപ്പനെ അറിയാം. അതല്ലേ നമ്മൾ ഇതിനകത്തിരിക്കുന്നത്. ശ്രദ്ധിക്കുന്നില്ലേ? മനുഷ്യ ജീവിതം അത്ര നിസാരല്ല. എത്രയോ ജന്മാന്തരങ്ങളുടെ ആ ഒരു ഇങ്ങനെ പ്രഷർ കൊണ്ടിങ്ങനെ അമർത്തി വെച്ചിട്ടാണ്. ചില വീഡിയോയിലൊക്കെ കാണും, വലിയ ഇരുമ്പിൻ്റെ സാധനം തന്നെ ആ ഹൈഡ്രോളിക്കിൽ ഇട്ടിട്ട് ഇങ്ങനെ അമർത്തിയിട്ട് ₹1 പോലെയൊക്കെയാണ്. അത് ഇത്രയും വലിയ കിലോ ഉള്ള സാധനം ഇട്ടിച്ച് പഞ്ചറാക്കി കളയും. അതുപോലെ കർമ്മവാസനകൾ ഇങ്ങനെ ചുറ്റിലിങ്ങനെ നടന്ന് പ്രേരിപ്പിക്കുകയാണ്. ഒരു കാരണവും വേണ്ട മനുഷ്യന് ഓരോന്നും ചെയ്തു കൂട്ടാൻ. പല ധർമ്മങ്ങളും നിമിഷ നേരങ്ങളിൽ മാറ്റിമറിയുന്നു. പലതരത്തിലുള്ള അഭിമാനങ്ങൾ ഒക്കെ മനുഷ്യ ജീവിതത്തിൽ ഈ കർമ്മവാസനകൾ. അതിനെ തരണം ചെയ്തേ സാധിക്കുമെന്ന് ഭാഗവതം പറയുന്നു. നിങ്ങൾ ഭയപ്പെടേണ്ട. അങ്ങനെ ഈ പരീക്ഷത്ത് ഈ ശമീക മഹർഷിയുടെ ആശ്രമത്തിലെത്തി വിശപ്പും ദാഹവും കൊണ്ട് അദ്ദേഹം മഹർഷിയെ സമീപിച്ചപ്പോൾ ധ്യാനനിരതനായ അദ്ദേഹം അറിഞ്ഞില്ല. ആ സമയത്ത് വിശപ്പ് വന്നു കഴിഞ്ഞാൽ കാമാനുജേന സഹസ, കാമാനുജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹമാണ്. ഭക്ഷണത്തോടുള്ള ഒരു ആസക്തി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിശപ്പ് കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുക? പറഞ്ഞു കേട്ടില്ലേ എന്നാണ് പിന്നത്തെ ഡയലോഗ് ഇല്ലേ?
ഗ്ലാസ്സൊക്കെ ഇങ്ങനെ പറക്കുന്നുണ്ടാവും. അപ്പോൾ തന്നെ കാമം വന്നു കഴിഞ്ഞാൽ പേടിക്കേണ്ട, അടുത്ത് തന്നെ അത് നേരെ അയച്ചാലും ഇല്ലെങ്കിലൊക്കെ ആരും കൂടി ഉണ്ടാവും. അന്യനെ കൂട്ടാണ്ട് നമ്മളെ പോലെയല്ല, അനുജനായ ദേഷ്യം ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ മനസ്സിലാക്കിക്കോളൂ. പെട്ടെന്ന് ആ ഒരു നിമിഷത്തെ ഗ്രഹപ്പുഴ എന്നൊക്കെ പറയാം. എങ്കിൽ ആ പരീക്ഷിത രാജാവ് ചത്തൊരു പാമ്പിനെ എടുത്ത് സ്വധനുഷ്കു പൊട്ടിയാണ് തൻ്റെ അമ്പിൻ്റെ അറ്റം കൊണ്ട് ചെന്നും പറഞ്ഞിട്ട് നേരെ ഈ സ്വാമിയുടെ കഴുത്തിലേക്കാണ്. സ്വാഭാവികമായിട്ട് കാട്ടിനുള്ളിൽ പാമ്പൊക്കെ കയറി പോകുന്നുണ്ടോ, അതൊരു കുഴപ്പമില്ല. പക്ഷെ ഇതൊരു അപമാനമായി പോയില്ലേ, കാണുമ്പോൾ തന്നെ കേൾക്കുമ്പോൾ തന്നെ വിഷമാണ്. അദ്ദേഹത്തെ അറിഞ്ഞോ എന്ന് വെച്ചാൽ അറിയാൻ ലേശം വൈകിയൊക്കെയാണ്. പക്ഷെ മകൻ ശൃംഗി ഇത് കൃത്യമായിട്ട് അറിഞ്ഞു. കൗശിക്യാപ ഉപസ്പൃശ്യ വാഗ്വജ്രം വിസസർജ അങ്ങ് വിട്ടുകളഞ്ഞു എന്നാണ്. പോയി, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, വിസർജിച്ചു കളഞ്ഞു, ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തായിരുന്നു? വാക്ക് വജ്രം എന്നാണ്. ആ മുനികുമാരന് ഇത് അറിഞ്ഞപ്പോഴുണ്ടായ ഒരു വിഷമത്തിൽ അദ്ദേഹം ശ്രമിച്ചു. എന്താ അദ്ദേഹം പറഞ്ഞ വാക്ക് വളരെ പ്രശസ്തമാണ്, വളരെ ഗൗരവമുള്ളൊരു വാക്കാണ്. എത്ര മര്യാദയുള്ള പുരുഷോത്തമനായിരുന്നാലും ശരി, ഇതിലംഘിത മര്യാദം. ഇതാണ് ഭാഗവതത്തിൽ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ഇത് ഭഗവാൻ തന്നെ പലയിടത്തും എടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്. ചില മര്യാദകൾ ഭാഗവതം അംഗീകരിക്കില്ല. അത് ചെയ്തിട്ടുള്ളവരെ ഭഗവാൻ ഒട്ടും വിട്ടിട്ടുമില്ല. അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പം പല കഥകളിലും ഇപ്പോൾ ഭഗവാന് പല ആരോപണം ഉണ്ടായിട്ടുണ്ട്. കൃഷ്ണൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ന്യായമല്ല. ഉദ്ധവന് വരെ സംശയം വന്നിട്ടുണ്ട്, എന്താ കണ്ണ അങ്ങനെ ചെയ്തേണം. അതിനൊന്നും ഉത്തരം അങ്ങനെ കൊടുത്തിട്ടൊന്നുമില്ല ഭഗവാൻ. കാരണം എന്തേ? അത് നിങ്ങൾ വഴിയെ പഠിച്ചോളുന്നാണ്. ഇവിടെ ചെയ്യാൻ പാടില്ലാത്ത ലംഘിത മര്യാദ. ഇനി ആരിതായിക്കഴിഞ്ഞാലും ആ മര്യാദാ ലംഘനം എന്താണത്? സജ്ജനങ്ങളെ അപമാനിക്കുക. ഗോഷു വിപ്രേഷു സാധുഷു ധർമ്മേ മയിജ വിദ്വേഷേ സവാ ആശു വിനശ്യതി. ധർമ്മത്തെ ഹനിക്കാൻ വേണ്ടി ഉരുമ്പിട്ടിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ചിലപ്പോൾ എല്ലായ്പ്പോഴും സഹിക്കുന്ന പോലെ ആയിരിക്കില്ല. ഏത് നിമിഷവും അതിനുള്ള ഒരു ഉത്തരം അവിടെ പ്രതീക്ഷിച്ചോളൂ. അത് ആരായാലും അത് ഉറപ്പിക്കാനും കൂടിയാണല്ലോ ഈ ഭാഗവതം. കാരണം എന്താ? ധർമ്മത്തെ ഉറപ്പിക്കലാണ്. അങ്ങനെ ഈ ശമീക മഹർഷിയുടെ ദേഹത്ത് ഈ പരീക്ഷത്തിൻ്റെ ഈ ഒരു ദേഷ്യം കൊണ്ട് ആ ഒരു അല്പനേരത്തെ അഭിമാന ബോധം അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ സാധിച്ചില്ല. നരദേവണം അഭിമാനം. അദ്ദേഹം ആ ഒരു സമദർശനായിരുന്നു, പക്ഷേ കുറച്ചു നേരം അദ്ദേഹത്തിന് കയ്യിൽ നിന്ന് പോയി. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ആ ജീവിതം തന്നെ ദുരിതത്തിലെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇതിലംഘിത മര്യാദ സക്ഷഹ സപ്തമേഹനി. ഇന്നേക്ക് 7 സന്ധ്യ പൂർത്തിയാവണ്ട, 7-ാം ദിവസം സന്ധ്യ ആവണ്ട, പകൽ തന്നെ തീർന്നോണം. അസ്തമിക്കുമ്പോഴേക്ക് ഇവിടെ ഉത്തരം എനിക്ക് കിട്ടണം. എന്താണ്? തക്ഷകൻ ഒന്ന് കടിച്ചോളണം ഇദ്ദേഹത്തിനെ പോലെ. അങ്ങനെ ഒരു ഉഗ്രശാപം. പരീക്ഷിത രാജാവ് ഈ വിവരം അറിഞ്ഞു. അദ്ദേഹത്തിന് എന്തെന്നില്ലാത്ത ഒരു ദുഃഖം ഉണ്ടാവും എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അല്ലാത്ത ആദ്യം വിഷമം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ അനവധി കൂടിയിരുന്ന ആൾക്കാരൊക്കെ അവിടെ വന്നു. അവിടുന്ന് ഓരോന്നോരോന്നായി ഉപദേശിക്കാൻ തുടങ്ങി. അന്നേരം എൻ്റെ ഇടയിൽ ഒരാൾ പറഞ്ഞു, എന്നാലും ഇങ്ങനെ പറയാൻ ചെയ്യാൻ പാടില്ലായിരുന്നു സ്വാമി എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ദേഷ്യപ്പെട്ടിട്ട് അയാളെ കൊന്നിട്ട് കാര്യമുണ്ടോ? ഒന്നുമില്ല. ഇതിനെ ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് ആദ്യം ഒരു വെപ്രാണായിരുന്നു. പിന്നീട് എന്ത് ചെയ്തു? മഹീപതി തർക്കർമ്മഗർഹ്യം വിചിന്തയന്നാത്മകൃതം സ്വദുർമന അഹോമയാ നീചമനാര്യവൽകൃതം നിരാഗസി ബ്രഹ്മണി ഗൂഢതേജസി. വെറുതെ കാവ്യം കൊണ്ട് കൊടുത്ത് രുദ്രാക്ഷം ഇട്ട് ഇരിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ലല്ലോ. നിഗൂഢനെ ബ്രഹ്മണി ഗൂഢതേജസ്. ഇത്ര തേജസ്സാണ് ഈ ഈശ്വരൻ, ഈ യോഗീശ്വരന്മാർക്ക് എന്നൊന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എത്രയോ മഹർഷിമാരെ കൊണ്ട് നടക്കുന്ന രാജാവാണ് ഞാൻ, തിരിച്ചറിഞ്ഞിട്ടില്ല. മനസ്സിലായി? ഇത് അവസാനം ഈ അർജുനൻ അനവധി സമയം കൂടിയുള്ള ആളാണ് അർജുനൻ. അർജുനൻ ഇതേപോലെ ഒരു ദിവസം പറയുന്നുണ്ട്, എനിക്കും ഇത് പറ്റിയിട്ടില്ല. ഇവർ രണ്ടുപേരൊക്കെയാണ് ഈ കൃഷ്ണന്റെ അടുത്ത ആൾക്കാർ. ഇവർ ഭഗവാനെ കുറിച്ച് എന്ത് ചോദിച്ചാലും പറയാൻ പറ്റുന്നവർ ഇവരാണ്. അവരവസാനം എന്ത് പറഞ്ഞു? കൃഷ്ണനെ ഞങ്ങൾക്ക് മനസ്സിലായില്ല.
പറയാൻ കാരണം അവർ പരാജയപ്പെട്ടു പോയി. ഇനി അതല്ലാതെ അവർക്കൊരു ഉത്തരവില്ല. കൃഷ്ണനെ കേട്ടവർ പോലും ജീവിതത്തിൽ ജയിച്ചിട്ടുണ്ടെങ്കിൽ കൃഷ്ണനൊപ്പമുള്ളവർ പലയിടത്തും പരാജയപ്പെട്ടിട്ടും ഭഗവാൻ കാട്ടിത്തന്നു. ഇതിനെ അത് കാരണം ഇന്നും നിങ്ങൾക്ക് ഗുരുവായൂരപ്പനെ കിട്ടാത്ത കുഴപ്പമില്ല. ഇത് വേണം, ഭഗവത് സ്വരൂപത്തെ നിരന്തരം കാണാനുള്ള ശേഷി ഉണ്ടാകുന്നത്. പലതും എത്രയോ വർഷം മുന്നേ കഴിഞ്ഞത് ഈ നിമിഷം ഓർത്തു വെക്കാൻ പറ്റുമ്പോഴും ആ നടയിലെത്തിക്കഴിഞ്ഞാൽ കൂടി കണ്ണടച്ചിട്ട് നമുക്ക് കാണുന്നില്ല അല്ലേ? എന്നാലോചിച്ചു, അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ ഒരു രൂപം ഒന്ന് ഒരു 3 മിനിറ്റ് എന്നൊക്കെ പറയും നമ്മൾ ആചാര്യന്മാർ. 3 മിനിറ്റൊന്നും ഞാൻ പറയാറില്ല, ഒരു 10 സെക്കൻഡ് വിഗ്രഹം നോക്കി വെക്കുക. നിങ്ങൾ അരമണിക്കൂർ നോക്കി പോകും. എന്നിട്ട് കണ്ണടച്ചിട്ട് 10 സെക്കൻഡ് അത് ഉള്ളിലുണ്ടായാൽ മതി. എന്നാൽ തന്നെ 4 നമസ്കാരം അങ്ങോട്ടാണ്. നല്ല കടുപ്പാണ്. 10 സെക്കൻഡ് നേരം കിട്ടണം. അത്ര തീഷ്ണതയുണ്ട് ഭൗതികതയുടെ ഇത് മനസ്സിലാക്കാം. നമ്മളതൊന്നും തൊടുന്നില്ല. നമ്മൾ വളരെ സെക്യൂർഡായിട്ടാണ് ഇരിക്കുന്നത്. ഈ ലോകം, ഈ കാലം അത്രയും ഇന്ദ്രിയങ്ങൾ സെൻസിറ്റീവാണ് ഈ ഭൗതികതയിലേക്ക്. അതിനർത്ഥം നമ്മൾ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ഇത്രയും അലേർട്ടാണ് ഈ ശരീരം എന്ന് മനസ്സിലാക്കിക്കാൻ. അങ്ങനെ ആ പരീക്ഷത്ത് എന്തുണ്ടായിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു പശ്ചാത്താപം ആദ്യം ഉണ്ടായി. ആദ്യത്തെ പ്രായശ്ചിത്തം, ഏറ്റവും അവസാനത്തെ പറയുന്ന പ്രായശ്ചിത്തം തന്നെയാണ് പശ്ചാത്താപം. ഇനി തൻ്റെ ജീവിതത്തിൽ ഞാനിത് ആവർത്തിക്കില്ല എന്ന് തീരുമാനിക്കലല്ല. ആ പരിപാടി പല ആളുണ്ട്. സത്യം ചെയ്യലും തലക്ക് തൊടലും ഇല്ലേ? ഇനി ജീവിതത്തിൽ ഞാൻ കുപ്പി തൊടില്ല എന്നൊക്കെ പറയുന്നതാണ്. അങ്ങനെയൊക്കെ പറയുമ്പോൾ അങ്ങനെ ഇവളുടെ തല പൊട്ടണമെന്നുണ്ടെങ്കിൽ എത്ര വിഷുവിന് മുന്നേ പൊട്ടിയതാണ്. പട്ടക്കം പോലെ പൊട്ടണം ചെയ്യുന്നത്. അയാൾ കുടിക്കാണ്ട് ഒന്നും കുടിക്കില്ല. അതുപോലെ ഉണ്ടാവും. ആ പരിപാടിയല്ല. പിന്നെയോ അത് അതുപോലെ മനസ്സശ്ച ഐന്ദ്രിയാണാം ച ഐകാഗ്ര്യം പരമം തപഃ. അത് ചിന്തിക്കുമ്പോഴേക്കത് നടപ്പിലാവും. മനസ്സിലായില്ലേ? അതിന് 31-ാം തീയതി മുതൽ ഞാൻ ആരും ഒന്നും പറയില്ല, അങ്ങനെയൊന്നല്ല. ഈ നിമിഷം മുതൽ ഇതിലേക്ക് മാറാൻ തുടങ്ങും. തപസാ ബ്രഹ്മചര്യേണ ശമേന ദമേന ച. ഒന്നിക്കലും നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ എടുക്കാം. ഇതേ ഈ കളി കളിച്ച ആൾക്കാരുടെ ഇടയിൽ തന്നെ ജീവിക്കാം, മാന്യനായിട്ട് ജീവിക്കാന്ന് പേര്. എന്താ പേര് പറയൂ? മാന്യനായിട്ട് ജീവിക്കാം. തപസ്സുണ്ടാവാ, ബ്രഹ്മചര്യം, സത്യം, ദയ, ത്യാഗം, ആ ക്യാരക്ടറെ മാറണം. മനസ്സിലായില്ലേ? പറ്റുണ്ടെങ്കിൽ അയൽവാസികളെ ചരട് ജപിക്കാൻ കൂടി വരണം എന്നർത്ഥം. പണ്ട് നല്ല അസൽ കൊട്ടേഷൻകാരനായിരിക്കും, പക്ഷെ അത്ര പോലെ അങ്ങ് മാറണം. എത്ര മാറേണ്ടി വരും മനസ്സിലായില്ലേ? അതുപോലെ നിങ്ങൾ മാറിക്കോളൂ. എന്നാ പ്രായശ്ചിത്തം അംഗീകരിച്ചിരിക്കണം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എല്ലാത്തിനും നിങ്ങൾക്ക് വിട്ടൊഴിയാം. അങ്ങനെ ഒരു ഓപ്ഷനുണ്ട്. നാട് വിട്ടു പോകണ്ട, വീട് വിട്ടു പോകണ്ട, ഇവരുടെ ബന്ധുത്വം ഒഴിവാക്കണ്ട, ഡൈവേഴ്സ് ചെയ്യണ്ട, ഭഗവാനെ മനസ്സിലേക്ക് സമർപ്പിക്കാം. കേവലയാ ഭക്തിയാ വാസുദേവപരായണ. അതിന് പ്രത്യേകിച്ച് വീടൊന്നും വേണ്ട. റോഡ് സൈഡിൽ കിടക്കുന്ന എത്രയോ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഗുരുവായൂരൊക്കെ പോകുമ്പോഴും അവിടെ ഒരമ്മ ആ തെക്ക് ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മളെ കൂടെ 2-3 ആചാര്യന്മാരുണ്ട്. ഒരു സപ്താഹം കഴിഞ്ഞ് വരുമ്പോഴാണ് ഈ സമയത്ത്. അപ്പോൾ നമ്മളിങ്ങനെ കാപ്പിയൊക്കെ കുടിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഈ അമ്മേനെ ഒരു മകൻ വന്ന് നടതള്ളിയിട്ട് പോയതാണ്. ഗുരുവായൂർ തൊഴിക്കാമെന്ന് പറഞ്ഞ് പോയിട്ട് മസാല ദോശയൊക്കെ വാങ്ങിക്കൊടുത്തു. എന്നിട്ട് വെളിയിൽ കയറ്റി നിർത്തി. ഇവർ തൊഴുത് വടക്ക് ഭാഗത്ത് ചന്ദനമൊക്കെ വാങ്ങിയിട്ട് വരുമ്പോൾ പറയാണ്, എൻ്റെ മോന് നല്ല ബുദ്ധി കൊടുത്തല്ലോ എൻ്റെ ഗുരുവായൂരപ്പാണ്. അവൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടല്ലോ. അങ്ങനെ അമ്മയെ പരിചയപ്പെട്ടു. പിന്നീട് അവിടുന്ന് ആചാര്യന്മാരൊക്കെ കൂടിയിട്ടുള്ളൊരു ആശ്രമമുണ്ട് ഇവിടെ പാലക്കാട്. അവിടെ നല്ല അവിടെ എടുത്തെത്തിച്ചു. അവർ പോകാൻ കൂട്ടാക്കുന്നില്ല. അവരിപ്പോഴും ഗുരുവായൂർ തന്നെയാണ്. അവർ പറഞ്ഞു, ഇത്ര നാളും ആ മണിമാളികയിൽ ജീവിക്കുമ്പോഴുള്ള എത്രയോ അത്ഭുതമാണ്. ഇപ്പോഴാണ് എനിക്ക് ശ്വാസം കിട്ടുന്നത്. ഇവിടെ എത്ര പരിചയക്കാരതിന് വേണ്ടി, എത്ര ബന്ധുക്കളാണ്. വല്ലാ സങ്കടമൊന്നും ഞങ്ങൾക്ക് കേൾക്കുമ്പോൾ. അത്രയധികം ഗുരുവായൂരപ്പൻ ഇന്നും നമ്മുടെ ഇടയിൽ സാധിക്കുന്നുണ്ട്. ഭൗതികതയുടെ തൃഷ്ണത എന്നുള്ളത് നിസ്സാരമൊന്നുമല്ല. എത്ര വൈരാഗ്യം വന്ന് മണ്ണടിയാനുള്ള നിമിഷങ്ങൾ നമുക്ക് ഗുരുവായൂരപ്പൻ തരുന്നു. ഈ അമ്മയുടേത് കേൾക്കുമ്പോൾ നമ്മളോട് ഇന്നാൾ മണ്ണാർക്കാട് ഒരു സപ്താഹത്തിൽ ഒരമ്മ വന്നിട്ട് പറഞ്ഞു, എൻ്റെയൊക്കെ അവസ്ഥ ഏതാണ്ട് ഇതിനടുത്ത് തന്നെയാണ്.
അതൊക്കെ ഇപ്പം നമുക്ക് അറിയേണ്ട എല്ലാവർക്കും ഇപ്പം ഏകദേശം ഇതൊക്കെ കാലത്തിൻ്റെ മാറ്റമാണ്. ഇതൊക്കെ ഇവിടെ നശിക്കുമ്പോഴും ഇനിയിപ്പോൾ നമുക്ക് മാത്രം എന്തിനാ അങ്ങനെ ഒരു വാശി? അത് വേണ്ട, അത് വേണ്ട. ഇത് കാലത്തിൻ്റെ ഒരു പ്രേരിതമായ ഊർജ്ജം ഇവിടെയുണ്ട്. നമ്മളതിൽ പോലെ തന്നെ നിർത്തിയുള്ളൂ. അതിന് ഉൾക്കൊള്ളുമ്പോഴാണ് അത് നമുക്ക് ഒരു സാരമില്ലാണ്ടായിരിക്കുക. അല്ലാതെ ഇവിടെ ഒരു ഓപ്ഷനും ഇല്ല. മറ്റൊരു കൗൺസിലിങ്ങിലും ഒരു ഭയവും മാറ്റാൻ ഒരു ഓപ്ഷനും കൂടി ഇല്ല. കാരണം എന്താ? ശരീരം വിട്ടിട്ടുള്ള ഒരു കളിക്ക് നമ്മൾ തയ്യാറില്ല. അപ്പോൾ കലിയുഗത്തിൽ ജീവിക്കുമ്പോൾ ഇങ്ങനെയുള്ള 2-3 കാര്യങ്ങൾ നമ്മൾ തീർച്ചയായും പഠിച്ചേ പറ്റും. മറ്റ് യുഗങ്ങളിൽ ഇപ്പം ഇനി ആ യുഗത്തിൽ നിന്ന് വിട്ട് കഴിഞ്ഞ് എവിടെയെങ്കിലും കാണാമെന്ന് വിചാരിക്കാം. ഇവിടെ ഇനി നമുക്കങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഇനിയും എത്രയോ പാറ്റയായും കൊച്ചിയായും പട്ടിയായും നരകിച്ച് വീണ്ടും അങ്ങനെയാണ് സപ്താഹത്തിലൊക്കെ എത്തുന്നവരുടെയൊക്കെ ഇഷ്ടത നോക്കി അങ്ങനെ അറിയാം. ഒരു സുപ്രഭാതം വേഗം നേരിയത് കൊടുത്ത് വെള്ളം കൊണ്ടുകൊടുത്ത് രാവിലെ ഞാൻ എന്താ പറയുക ഒരാഴ്ച അവിടെയാണ് ഒന്നും പറഞ്ഞിട്ട് ഇറങ്ങുന്നില്ല. അങ്ങനെയൊന്നും വന്നിരിക്കാനൊന്നും പറ്റില്ല. കുറേശ്ശനൊക്കെ കയറും. ആ ഊണ് കഴിക്കേണ്ട സമയത്ത് രാധാരമണ നിൽക്കുമ്പോൾ വരും, എന്നിട്ട് ഊണ് കഴിച്ചിട്ട് പോകും. കുറച്ചൊക്കെ അങ്ങനെ ആവുള്ളൂ, അത്രയും ആവുള്ളൂ. ഒക്കെ അതന്നെ വലിയ സമാധാനമാണ്. കുറച്ച് കാലം കഴിയുമ്പോൾ ഈ കുറച്ച് നേരം കേട്ടുപോയി എന്ന് വരും. അത് വലിയൊരു അരോചകമാവില്ല അവിടെ നിന്നോളൂ. അങ്ങനെ ഒരു 10 കൊല്ലമൊക്കെ കേട്ടാലേ നോർമലി വരാൻ പാടുള്ളൂ. അത്രയും വരേണ്ട ആവശ്യമുള്ളൂ. ഭാഗവത്തിൻ്റെ കണക്കങ്ങനെയാണ്. അതങ്ങ് ചാടി കയറിയതിനകത്തേക്കൊന്നും വേണ്ട. കുറേ നിങ്ങൾ എൻജോയ് ചെയ്യട്ടെ. എന്ത് എൻജോയ് ചെയ്യുക? ഇനിയും നല്ലതുപോലെ ബുദ്ധിമുട്ടട്ടെ. മനസ്സിലായില്ലേ? ഭാഗവതം എടുത്തവരുടെ മനസ്സിലുള്ള ഒരു ഊർജ്ജം നിസ്സാരമൊന്നുമല്ല. ഒരു ഉപാധി ഇല്ലാതെ കിട്ടുന്നതാണ്. ശ്രദ്ധിക്കുന്നില്ലേ? ഒരു മൊബൈൽ ഫോൺ ഇല്ലാതെ പോലും നിങ്ങൾക്ക് അരമണിക്കൂർ വെറുതെ വീട്ടിലിരിക്കാൻ പറ്റും. ഒന്ന് ആലോചിച്ചു. വെറുതെ നിങ്ങൾ വീട്ടിലിരുന്നുണ്ടെങ്കിൽ അന്ന് തന്നെ ആളെ മനസ്സിലാവാണ്ടോ? അങ്ങനെ ഭ്രാന്ത് പോയി ഇല്ലേ? ഒറ്റ ദിവസമൊക്കെ അത്രയും അഡിക്റ്റായി നമ്മളൊക്കെ. ഇന്ന് സമയമില്ല നമുക്ക്. എത്ര സീരിയലുകളിൽ എത്ര ആളെ വ്ളോഗ് കാണുന്നു. അതിൻ്റെ ഇടയിൽ എന്തൊക്കെ ചെയ്യണം. അപ്പം ഈ തിരക്കിൻ്റെ ഇടയിൽ നമുക്ക് ഇപ്പോഴും ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് പോകുന്നത്. അതാണ് നമുക്ക് ഭയം. എപ്പോഴും എന്തണങ്ങി കഴിഞ്ഞാലും നമ്മൾ ഭയക്കണമെന്നാണ്. അതല്ലാത്തൊരവസ്ഥയിൽ ജീവിക്കുകയാണ്. എന്തൊരു രസമാണ്, എന്തൊരു സുഖമാണ് ഇവിടെ ജീവിക്കാൻ. ഇപ്പം ഇതിനകത്ത് ഇരിക്കുമ്പോഴൊന്നും അറിയാത്തതുപോലെ ജീവിതത്തിൽ മുഴുവൻ ഇപ്പോൾ നിങ്ങൾക്ക് ബോധമില്ലാണ്ടോ നിങ്ങളല്ലാണ്ടോ ഒന്നും ആവുന്നില്ല. ഇതുപോലെ തന്നെ ഇത് തിരിച്ചറിവ് ഉറപ്പിക്കാൻ സാധിച്ചാൽ എന്തുണ്ടായി? ഭാഗവതം നമ്മുടെ ജീവിതത്തിനെ കൃത്യമായ ഒരു രേഖയിൽ കൊണ്ടുപോകും. അതിനാണ് ഈ കലിയെ ഇവിടെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുള്ളത്. നമ്മളൊന്നും മോശക്കാരല്ല, അത് മനസ്സിലാക്കാനാണ്. പരീക്ഷത്തിൻ്റെ കഥ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ശാപം കിട്ടിയെന്ന് പറഞ്ഞാൽ എല്ലാവരും മോശക്കാരൻ. മനസ്സിലായില്ലേ? ഇനി അതിനേക്കാളൊരു സമാധാനം പറയാം. മനുഷ്യനായി ജനിച്ചു എന്ന് തോന്നിയിട്ടുണ്ടോ? ഒക്കെ പാപം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതിലൊരു വേർതിരിവൊന്നും ആരും കാണണ്ട. നമ്മൾ അതിലേക്കൊക്കെ ആയി പോകുക. പരീക്ഷത്തിൻ്റെ കഥ കേൾക്കുമ്പോൾ മനസ്സിലാക്കിക്കോളൂ, നമ്മളും രാജാക്കന്മാർ തന്നെയാണ്. നമ്മളൊക്കെ പ്രഭുക്കളാണ്. പരീക്ഷത്തെ അവസാന ദിവസം വന്നിട്ട് പറഞ്ഞിട്ടുള്ള എന്താണ്? അഹം ബ്രഹ്മപരം ധാമ ബ്രഹ്മാഹം. മുനെ, ഞാൻ പരീക്ഷത്ത് രാജാവല്ല. പരീക്ഷത്ത് എന്ന പേരിലുള്ള ഈശ്വരനാണ് ഞാൻ. പരീക്ഷത്ത് എന്ന ഈശ്വരനാണ് ഞാൻ. അതുപോലെ വരാൻ നമുക്ക് സാധിക്കണമെങ്കിൽ തിരിച്ചറിവ് മാത്രമേ ഭാഗവതം ആവശ്യപ്പെടുന്നുള്ളൂ. അങ്ങനെ പരീക്ഷിത്ത രാജാവ് ഗംഗാതീരത്തേക്ക് പോയിട്ട് അദ്ദേഹം എന്ത് ചിന്തിക്കണോ? അദ്ദേഹം വിചാരിക്കണോ? നോക്കുക, ഈ ഒരു അനർത്ഥം എൻ്റെ കയ്യിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് തന്നെ വേണം? അതിനുള്ള പരിഹാരം ഞാൻ തന്നെ വേണ്ടതുപോലെ സകലത്തിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു? തുളസീ വിമിഷ്ട കൃഷ്ണാംഗ്രിരേണും അഭികാംബുനേത്രീ കൃഷ്ണാംഗ്രിസേവാമധിമന്യമാന ഉപാവിശൽ പ്രായമമർത്യമദ്യം സചിന്തയന്നിത്തമതാശുണോ യഥാ മുനേ സുതോക്തോ നിർദിത്തക്ഷകാഖ്യ സസാധുമേനേ നചിരേണ ദക്ഷകാൻ അലം പ്രസക്തസ്യ വിരഗ്രികാരണം. ഈ ശാപൊക്കെ ഒന്നും കൂടി ഒന്ന് ആലോചിക്കുമ്പോഴേക്ക് പരീക്ഷത്തിന് തോന്നി, ഇനിയുമല്ലേ വൈരാഗ്യം വരാതിരിക്കില്ല. തോന്നേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന് അപ്പോൾ തന്നെ തോന്നി ഇതിലൊന്നും വലിയ അടിസ്ഥാനമില്ല. ഭഗവാനെ ആരാധിക്കാൻ ഇനിയും സാധിക്കുന്നുണ്ടല്ലോ എനിക്ക്. എൻ്റെ ഈ ശരീരം കൊണ്ട് അബദ്ധം പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, ആ ശരീരം ദുഷിച്ചു പോയിട്ടുണ്ടെങ്കിൽ, അതിൽ അനവധി കർമ്മവാസനകൾ പെരണ്ടു പോയിട്ടുണ്ടെങ്കിൽ ഞാനിതാണ്
അതിനെ ഇനി ശ്രദ്ധിക്കേണ്ടാവുന്നു എന്നുള്ള തിരിച്ചറിവാണ് അദ്ദേഹത്തിന് കിട്ടിയത്. പ്രായോപവേശ, അദ്ദേഹം പ്രായോപവേശം പ്രതി വിഷ്ണുപദ്യ, ആ ഭഗവത് പാദങ്ങളിലേക്ക് മനസ്സശ്ച ഇന്ദ്രിയാണാം ച, മനസ്സുകൊണ്ടും ഇന്ദ്രിയങ്ങളെയും ആ ഭഗവാനെ സമർപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അങ്ങനെ ആ നവതാ ഭക്തി ആ പരീക്ഷിത്ത് പെട്ടെന്ന് സ്വീകരിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. ആത്മനിവേദനം. 7 ദിവസങ്ങളിൽ ഞാൻ ഈ ശരീരത്തിൻ്റെ ബോധം എനിക്കുണ്ടാവരുത്, അതുകൊണ്ട് വിശപ്പും ദാഹത്തിനും ഞാൻ ചിന്തിക്കുന്നില്ല, അതിനെ ഞാൻ വ്രതം കൊണ്ട് നിർത്തുകയാണ്. അതാണ് പ്രായോപവേശം. മരണം വരെ ജലപാനം കഴിക്കാണ്ടിരിക്കുക. എന്നിട്ട് എന്തുകൂടി ചെയ്യുക? ദദ്യൗമുകുന്ദാംഗ്രി മനന്യഭാവോ നിവ്രതോ മുക്തസമസ്ത സംഗഹ. സകല സംഘത്തിൽ നിന്നും മുക്തനാവാൻ അദ്ദേഹം മനസ്സിലുറപ്പിച്ചു. അങ്ങനെ സ്വയം ഹി തീർത്ഥാനി പുനന്തി സന്ധിഹി. ഈ ശരീരം എവിടെയെങ്കിലും നശിച്ചാൽ എല്ലാത്തിനെയും ശുദ്ധമാക്കുന്ന ഗംഗ എൻ്റെ ശരീരത്തിനെ ശുദ്ധമാക്കട്ടെ, സജ്ജനങ്ങൾ എന്നെ അനുഗ്രഹിച്ച് ശുദ്ധമാക്കട്ടെ. അങ്ങനെ ഈ ഗംഗാതീരത്ത് മണൽത്തിട്ട കെട്ടി ഗർഭ വിരിച്ച് വടക്ക് ഭാഗത്തേക്ക് നോക്കി ഗംഗാദേവിയെ നമസ്കരിച്ച് പരീക്ഷിത്ത് അവിടെ ഇരുന്നു. ആ സമയത്ത് എത്രയോ ഋഷീശ്വരന്മാർ അവിടത്തേക്ക് വന്നു. അനവധി ശ്രേഷ്ഠന്മാർ വന്ന് അദ്ദേഹത്തിനെ നമസ്കരിച്ചു, അദ്ദേഹത്തിനെ അനുഗ്രഹിച്ചു. പരസ്പരം ഇവിടെ മാറി നിൽക്കാൻ വേണ്ടി തുടങ്ങി. ആ സന്ദർഭത്തിൽ ഏറെക്കുറെ എല്ലാവരും അത്രി, വസിഷ്ഠൻ, ജവനൻ, ബലദ്ധൻ തുടങ്ങിയതായ മഹാർഷീശ്വരന്മാർ വന്നപ്പോൾ അതിൻ്റെ ഇടയിലേക്കായിക്കൊണ്ട് തത്രാഭവൽ ഭഗവാൻ വ്യാസപുത്രോ യദൃശ്ചയാഗാമടമാനോനപേക്ഷ അലക്ഷ്യലിംഗോ നിജലാഭദുഷ്ട്രഹൃതസ്ത്രിബാലൈ അവധൂതവേഷ തത്ര അഭവത്. അപ്രകാരം അഭവത് അർത്ഥം ഞാൻ ഇൻസിഡന്റ് എന്നൊക്കെ പറയാം. എന്താ സംഭവിച്ചത്? ഭഗവാൻ വ്യാസപുത്ര. ആരാണ്? ഭഗവാൻ തന്നെയാണ്. ആരാ സംഭവിച്ചത്? അവിടെ അവതരിച്ചു, അല്ലെങ്കിൽ അവിടെ സംഭവിച്ചു എന്നൊക്കെ പറയാം. ഭഗവാൻ വ്യാസപുത്രൻ, വേദവ്യാസപുത്രനായ സാക്ഷാൽ ശ്രീ ശുകബ്രഹ്മർഷി യാദൃശ്ചികമായി എതിർച്ചയ. ഈ എതിർച്ച എന്നുള്ള വാക്ക് തന്നെ യാതൊരുവന്റെ ഇച്ഛ എന്നാ വരിക. യാതൊരുവൻ എന്ന് പറഞ്ഞാൽ ഈശ്വരനാണ്. ഏതൊരു ഈശ്വരനെയാണോ യതു വന്ദനം ശ്രവണം യഥർഹണം, ഏതൊരു ഈശ്വരനെയാണോ വന്ദിക്കേണ്ടതായിട്ടുള്ളത്, ഏതൊരു ഈശ്വരനെയാണോ അർച്ചിക്കേണ്ടതായിട്ടുള്ളത്, ഇതിനൊക്കെ അർഹനായിട്ടുള്ളത് ഏതൊരു ഈശ്വരനാണോ അതാണ് ആ യത് എന്നുള്ള പ്രയോഗം. കാലത്ത് നമ്മൾ പറഞ്ഞു യസ്യ ജന്മാഭി, അതിലും ഇതുപോലെ ഭഗവാനെ സൂചിപ്പിക്കുന്ന ഒരു അവ്യയപദം കാണും. അങ്ങനെ ഈ പരീക്ഷിത് രാജാവ് അവിടെ ഇരിക്കുന്ന സമയത്ത് ഈ ശ്രീ ശുകബ്രഹ്മർഷി വന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ ഉപേക്ഷകളില്ലാതെ പ്രകർഷേണ യാദൃശ്ചികമായിട്ട് അവിടത്തേക്ക് എത്തിയിട്ടുള്ള ആ പരമ ഗുരുനാഥൻ അലക്ഷ്യലിംഗ. പ്രത്യേകിച്ച് അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ ഒരു ശരീരഭാഷയൊന്നും പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഒരാടെ ആഭരണങ്ങളോ ഒന്നും കാണാൻ പറ്റില്ല. എന്തിന് വസ്ത്രം പോലും കഷ്ടിയായിരിക്കാം ചിലപ്പോ. നിജലാഭതുഷ്ട. പിന്നെ അദ്ദേഹത്തിന് എന്താ പ്രത്യേകതയുള്ളത്? അതിപ്പോ ഇതൊക്കെ ഉണ്ടായാലും കിട്ടാത്തതാണ്. നിജലാഭതുഷ്ട എന്താ വാക്കിനർത്ഥം? തന്നെത്താൻ തനിക്ക് കിട്ടിയിട്ടുള്ള ഒരു സുഖം, അവനവനെ തിരിച്ചറിയുമ്പോഴുള്ള ഒരു തൃപ്തി ഉണ്ട്. അതാണ് മുഖത്ത് കാണുക. അതാണ് നിജലാഭദുഷ്ടി. അങ്ങനെ തന്നെത്താൻ തനിക്ക് കിട്ടിയതായ ഒരു ആനന്ദവും കൊണ്ട് നടക്കുകയാണ് ഈ പരമമഹർഷി. വസ്ത്രങ്ങളെ കൊണ്ടോ ലിംഗങ്ങളെ കൊണ്ടൊന്നും അദ്ദേഹത്തെ അങ്ങനെ സൂചിപ്പിക്കാൻ ആരാലും സാധിക്കില്ല. അത് സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെ എന്ന് അവിടെ ഉറപ്പിക്കാനാണ് ഇങ്ങനെയുള്ള വാക്കുകൾ. കാരണം എന്താ? വൃതസ്ത്രീബാലൈ അവധൂതവേഷ. ഇതൊക്കെ യോഗീശ്വരന്മാരുടെ ലക്ഷണമാണ്. കേവലം തം ദ്യഷ്ടവർഷം സുകുമാരപാതകപോലഭാഗം സകപോലഗാത്രം. ഈ 16 വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഭഗവാന്റെ ആ ഒരു അതീവമായ തേജസ്, ആ ഗുരുവായൂരപ്പനോട് സാദൃശ്യമുള്ളത്, ആ കൃഷ്ണനോട് സാദൃശ്യമുള്ളത് എന്നൊക്കെ പറയും. അത്രയധികം ആ ഭഗവത് സ്വരൂപമാണ് ശ്രീ ശുകപരബ്രഹ്മത്തിന്. അങ്ങനെ ശ്രീ ശുകപരബ്രഹ്മ ഋഷിയെ അവിടെ നമസ്കരിച്ചു. ആ
ഭഗവാന്റെ പാദങ്ങളിൽ എന്ന ഭാവത്തിൽ നമസ്കരിച്ചു ആ വിഷ്ണുരാധനായ പരീക്ഷിത്തു. അവിടെയുള്ള ആ വാക്ക് പോലും ഇവിടെ ഇപ്പോൾ ഭാഗവതം മാറ്റി വിഷ്ണുരാധന. ഇവർ തമ്മിലൊരു ബന്ധമുണ്ടല്ലോ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. അങ്ങനെ ആ വിഷ്ണുരാധനെ അനുഗ്രഹിക്കാൻ ഭഗവാൻ വിട്ടതായ ശ്രീ ശുഖബ്രഹ്മർഷിത ആ ഇരുന്നെടുത്തുനിന്ന് തന്നെ പരീക്ഷത്തങ്ങ് നമസ്കരിക്കേണ്ടായത്. കാരണം എന്താ, അവിടെ ഒരു വ്രതം സ്വീകരിച്ചു. ഈ ആചാര്യപീഠത്തിലും അങ്ങനെയുള്ള ചില സ്ഥാനങ്ങളിലൊക്കെ ചില ക്രിയകൾക്കും പദ്ധതികൾക്കും യജ്ഞങ്ങൾക്കും പൂജകൾക്കും ഒക്കെ ഇരിക്കുമ്പോൾ പുണ്യമായി എണീറ്റ് പോയിക്കൂടാ. ചിലപ്പോൾ പഠിപ്പിച്ച ആളെ മാഷന്നെ വരുന്നുണ്ടാവും, എന്നാലും ഇവിടുന്ന് തൊഴാം, അങ്ങനെയാണ് പറയുക. അങ്ങനെ ഈ പരീക്ഷിത രാജാവിനെ അനുഗ്രഹിച്ചു. അദ്ദേഹം പറഞ്ഞു, ഉറക്കെ എല്ലാവരും നിൽക്കുമ്പോഴും പറയാൻ തുടങ്ങിയ ആ ഭാഗ്യം, തനിക്ക് കിട്ടുന്ന മഹാഭാഗ്യത്തെ മറ്റുള്ളവരിലേക്ക് വിളിച്ചറിയിക്കാൻ സാധിക്കണം. ഭഗവത് അനുഗ്രഹത്തെ എല്ലാവരിലേക്ക് എത്തിക്കാൻ സാധിക്കണം. ഇതൊക്കെ ഭക്തന്റെ ലക്ഷണം. പരീക്ഷിച്ചു ഉറക്കെ പറഞ്ഞു, അഹോ അദ്യമയം ബ്രഹ്മൻ സത്സേവ്യാക്ഷത്രബന്ധവാ കൃപയാ അതിഥിരൂപേണ ഭവദ്ഭിത്തീർത്ഥകാകൃതാഃ യേഷാം സംസ്മരണാൽ പുംസാം സദ്യശുദ്ധ്യന്തി വൈഗൃഹാഃ കിം പുനഃദർശനസ്പർശപാദശൗചാസനാദിവി സാന്നിധ്യാത്തേ മഹായോഗിൻ സാന്നിധ്യാദുത്തേ മഹായോഗിൻ. ഹേ ഗുരുനാഥ, അങ്ങയുടെ ഈ ഒരു സാന്നിധ്യം കൊണ്ട് തന്നെ എന്തെന്നില്ലാത്ത ഈ എൻ്റെ കുലത്തിൻ്റെ മഹിമയാണോ ആ പൂർവികരുടെ സുഹൃതം കൊണ്ടോ എന്ന് നിശ്ചയില്ല. ഇങ്ങനെയുള്ള ഈ ഒരു സന്ദർഭത്തിലല്ല, എപ്പോഴെങ്കിലും അങ്ങേ ഒരു ഭവനത്തിൽ വെച്ച് സ്മരിക്കാൻ വേണ്ടി സാധിച്ചാൽ തന്നെ ആ ഗൃഹമാത്രം ശുദ്ധമാകും എന്നിരിക്കെ കിം പുനഃദർശന സ്പർശപാദശൗചാസനാദിവി, എനിക്ക് അങ്ങയെ കാണാൻ സാധിച്ചു, അങ്ങയെ ദർശിക്കാൻ സാധിച്ചു. സ്പർശിക്കാൻ സാധിച്ചില്ലേ ഗുരുനാഥ, അങ്ങയെ തൊട്ടില്ലേ ഞാൻ? അങ്ങയുടെ പാദങ്ങളെ എനിക്ക് കാണാൻ സാധിച്ചില്ലേ? അങ്ങേക്കൊരു ആസനം തരാൻ എനിക്ക് സാധിച്ചില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അപ്പോഴും തന്നെ ആ ഒരു ആനന്ദം കിട്ടാൻ തുടങ്ങിയ പരീക്ഷത്തിനെ സംബന്ധിച്ചു ആ ഗുരുനാഥനുണ്ടായിട്ടുള്ള ഒരു അനുഗ്രഹം നല്ലതുപോലെ അനുഗ്രഹിച്ചു. നേരം ആ പരീക്ഷത്തിനെ അനുഗ്രഹിച്ചുകൊണ്ട് പറയുന്നു. പരീക്ഷിത്ത് പറഞ്ഞു, തലയിൽ കൈവെക്കുമ്പോഴും പരീക്ഷിത്ത് പറയുന്നു, എൻ്റെ ഗുരുനാഥന്മാരുടെ അനുഗ്രഹം, എൻ്റെ പിതൃക്കളുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് അങ്ങ് ഈ ഒരു രംഗത്തിൽ ആകെ വിഷണ്ണനായി അല്ലാത്തൊരു ഘട്ടത്തിൽ ഞാൻ ഇരിക്കുമ്പോഴങ്ങ് ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ആ ഗുരുവായൂരപ്പൻ അങ്ങയെ പറഞ്ഞയച്ചണം എന്ന ഭാവത്തിൽ അദ്ദേഹത്തോട് ചോദിച്ചു. അതപൃച്ഛാമി സംസൃതിം യോഗിനാം പരമം ഗുരു, എനിക്കൊരു സംശയമുണ്ട് പരമയോഗീശ്വര. പുരുഷസ്യേഹയത്കാര്യം മ്രിയമാണസ്യ സർവ്വഥാ, ജീവനെ സംബന്ധിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാലാണ് മരണം അല്ലേ? അതെ, ഈ ശരീരത്തിലെ ജീവൻ പോകുന്ന സമ്പത്തർവത്തിന് പോകുന്നതിന് മുന്നേ എനിക്ക് ചിലത് അറിയണം. എന്താ കാരണം? യത്രോദവ്യമതോജപ്യം യത്കർത്തവ്യം നൃഭിപ്രഭോ സ്മർത്തവ്യം വചനീയം വാ ബ്രൂഹി യദ്വാവിപര്യം. എന്താ ചോദിച്ചേ? എനിക്കിപ്പോൾ തോന്നുന്ന ഒരു സംശയം, സ്വതവേ അത് എല്ലാവർക്കും പുരുഷസ്യേഹ യത്കാര്യം മ്രിയമാണസ്യ സർവദാ മ്രിയമാണസ്യ, മരണം ഉണ്ട് എന്ന് തോന്നുന്ന ശരീരം കിട്ടിയിട്ടുള്ള മനുഷ്യർക്കൊക്കെ വേണ്ടിവരുന്ന കാര്യങ്ങളാണ്. എന്താണ് മരണത്തിന് മുന്നേ കേൾക്കേണ്ടത്? എന്താണ് ജപിക്കേണ്ടത്? എന്താണ് സ്മരിക്കേണ്ടത്? എന്താണ് കീർത്തിക്കേണ്ടത്? തുടങ്ങിയതായ കാര്യങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരണം. മരണത്തിന് മുന്നേ എന്ന് പറയുമ്പോൾ പരീക്ഷത്തിനൊരു സമാധാനമുണ്ട്. 7 ദിവസം ഉണ്ടല്ലേ, നമുക്ക് 7 അല്ലല്ലോ, 7 അല്ല, നമുക്ക് 70 വയസ്സ് കിട്ടാം, 80 വയസ്സ് കിട്ടാം, 10 വർഷം കിട്ടാം, 5 കൊല്ലം കിട്ടാം, 2 കൊല്ലം കിട്ടാം, ഒന്നും പറയാനൊന്നും പറ്റില്ല. അതിനൊന്നും ഇപ്പോൾ വിഷമിച്ചിട്ടൊന്നുമില്ല, കാര്യമൊന്നുമില്ല. അതെപ്പോഴൊരു ദുഃഖമാണ്. തളിപ്പറമ്പ് ഉഴലൂരിനടുത്ത് മയ്യിൽ ഒരു സപ്താഹം നടത്തി. ഇവിടെ അമ്മമാർ വന്നിട്ടുണ്ടല്ലേ, ഇവിടെ ഉഴലൂർ എവിടെ ഇരിക്കാൻ പറഞ്ഞു. പണ്ട് തൃശ്ശൂർ പോയപ്പോൾ അങ്ങനെ അധികം കൂടിയും പറഞ്ഞില്ലേ, കണ്ണൂർ അവരുടെ ഒരു ബന്ധു കൂടി ഉഴലൂരുണ്ട്. ഈ സപ്താഹം കേൾക്കാൻ അവർ വരാൻ വേണ്ടിയിട്ട് വന്നിട്ട്
അന്നാണ് അവർ മരിച്ചത്. അവർ മുഴുവൻ കേൾക്കാൻ പറ്റിയില്ല. 3 ദിവസം കഴിയുമ്പോഴേക്കും മരിച്ച ഒരമ്മ ഇല്ലേ, ആ വായനയുടെ ഇടയിൽ അവിടെയുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഓർത്തുണ്ടായിരുന്നു, ഇങ്ങനെ 2 സ്ഥലത്ത് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പം മരണം എന്നുള്ളത് ഇതിപ്പോൾ 2 സ്ഥലത്തൊന്നല്ല, പത്രത്തിൽ ഓരോ ദിവസം കാണുമ്പോഴും നമ്മൾ പല ആൾക്കാരുടെ ഫോട്ടോ കാണുമ്പോഴും ഭയന്നു പോകുന്നില്ലേ. ഈ മരണം എന്നുള്ളത് പരീക്ഷത്തിനെ സംബന്ധിച്ച് 7 ദിവസം അത് ശാപമാണ്. അത് അദ്ദേഹം വ്രതം പോലെ പാലിക്കാൻ പുറപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് 7 ദിവസം ഇനിയിപ്പോൾ മരിക്കുമെന്ന് പറഞ്ഞുകൂടാ. അപ്പോൾ ഈ കഥയൊക്കെ മാറ്റി പറയണം. അപ്പോൾ 7 ദിവസം ഇങ്ങനെ മരിക്കാതെ കൊണ്ടുപോകും. നമ്മെ സംബന്ധിച്ച് മരണം എന്നുള്ളത് ഏത് നിമിഷവും വരാമെന്നുള്ളതാണ്. ആ ബോധത്തിൽ വേണം ഇത് മനസ്സിലാക്കാൻ. അപ്പോൾ പരീക്ഷത്തിനേക്കാളും എളുപ്പത്തിൽ പെട്ടെന്ന് ഇത് അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും. അതിനാണ് ഈ 7 ദിവസം എന്നും പറയാം. പിന്നെന്ത് പറയാം, 7 ദിവസങ്ങൾ പരീക്ഷത്തിന് കൊടുക്കുന്ന സമയം എന്നുള്ളത് നമ്മൾ നിസാരമായി കാണേണ്ട. അത് മനുഷ്യൻ്റെ ഒരു ശൈലിയാണ്. അത് പിന്നെ ആവാന്നാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇപ്പോഴും 300-400 സപ്താഹം കഴിഞ്ഞവരും ഇല്ലേ, അനവധി സപ്താഹങ്ങൾ കൂടും. അത് കാര്യമില്ല. പിന്നെയോ വായനകൾ ധാരാളം കൂടുക. ഇത് നല്ലതുപോലെ നമ്മൾ ഉറപ്പിച്ച ആനന്ദം നമുക്ക് വിട്ടുകൊടുക്കാൻ പാടില്ല. അത് പെട്ടെന്ന് പിടിച്ചെടുക്കണം. അത് പിന്നെ ഇങ്ങനെ കൂടെ ഇതൊക്കെ തന്നെ പിന്നെ ചെയ്യാനുണ്ടാവും. സപ്താഹം കേൾക്കാൻ പോവുക, അത് രണ്ടാമത്. ഇത് പഠിക്കുന്ന പരിപാടി പെട്ടെന്ന് നിർത്തണം. ഭഗവാനിലേക്ക് ഒന്ന് വീഴണം. അങ്ങനെയല്ലേ മട്ടേരിപ്പാട് പറഞ്ഞ് നിങ്ങളുടെ കളിയൊന്നിൽ പറ്റില്ല. എന്ത് പറ്റുള്ളൂ, നിർമ്മജ്ജനേന സ്വയം സത്യം. തണുപ്പാണെന്ന് വെച്ചിട്ട് കുളത്തിൽ ഇങ്ങനെ തുള്ളാതിരുന്ന കുളിക്കലൊന്നും നടക്കില്ല. അതിലിങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കയറാനാണ് വിഷമം. അതിനകത്ത് ചൂടാണെന്നൊക്കെയാണ്. അതുപോലെയാണ് ഈ ഭഗവത് അനുഭവം. അത് നാമജപമായാലും എല്ലാം അങ്ങനെയല്ലേ, അതുപോലെ നമുക്ക് ചേർക്കാൻ സാധിക്കണം. അതിനാണ് ഈ ഒരു രംഗം ഇവിടെ കൊണ്ടുവച്ചിട്ടുള്ളത്. പരീക്ഷത്ത് എന്നുള്ളത് അത്ര മിടുക്കനാണ്. അതുകൊണ്ട് അദ്ദേഹം ചോദിച്ചിട്ടുള്ള സർവ്വതാ മ്രിയമാണസ്യ, അതാണ് അവിടെ ഒരു വിശേഷ പദം വരിക. അങ്ങനെ അദ്ദേഹത്തിന് ചോദിപ്പിച്ചു. അതാണ് ഈ കഥയുടെയൊക്കെ ഒരു പ്രത്യേകത. അവിടുന്നാണ് പിന്നീട് ശ്രീ ശുഖബ്രഹ്മർഷി തുടങ്ങാൻ ആരംഭിക്കുക. 2ാമത്തെ സ്കന്ധം മുതൽ നമ്മൾ ആലോചിക്കുന്നുണ്ടാവും. ഇപ്പോൾ നിർത്തിയാലിതാ 20 മിനിറ്റ് കൊണ്ട് വീണ്ടും പാരായണം ആരംഭിക്കുന്നുണ്ടാവും. 4:40 പാരായണം ആരംഭിക്കും. പെട്ടെന്ന് കാപ്പി കുടിച്ചെത്തിച്ചേര്. ഇന്ന് വരാഹാവതാര സമയത്ത് അപ്പനിവേദ്യം, കടല നിവേദ്യം ഒക്കെ വരാഹമൂർത്തിയായി ഭൂമി സംബന്ധപ്പെട്ട ക്ലേശങ്ങൾ തീരാനും ഭൗതിക ക്ലേശങ്ങൾ തീരാനും